ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CA/CB ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് PYQ സീരീസിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റീസ്, അതാണ് 51ാമത്തെ ചോദ്യം. 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്താണെന്നാണ്. എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ? അപ്പോൾ ലയബിലിറ്റി ആണ് ആൻസർ കേട്ടോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്താണ്? ലയബിലിറ്റിയാണ് ആൻസർ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ തോന്നാം. അപ്പോൾ എന്താണ് പ്രൊവിഷൻ? പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രൊവിഷൻ. പ്രൊവിഷൻ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രൊവിഷൻ ഈസ് ആൻ എമൗണ്ട് സെറ്റ് അസൈഡ് ബൈ ചാർജിങ് ഇറ്റ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Provision is an amount set aside by charging it in the profit and loss account to provide a non-liability, the amount of which cannot be determined accurately. ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രൊവിഷൻസ് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ കിട്ടാക്കടമാണല്ലോ ബാഡ് ഡെറ്റ്. അപ്പോൾ കിട്ടാക്കടം ഉണ്ടെന്നറിയാം, അത് പെട്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ എന്തായാലും അത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നത് കേട്ടോ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിൻ്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ബാഡ് ഡെറ്റിനെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം കേട്ടോ. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചതിന് ശേഷം ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. ഈ രണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, പിന്നെ ബാലൻസ് ഷീറ്റിലെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് നോൺ ലയബിലിറ്റി ഫോർ വിച്ച് ദ എമൗണ്ട് ഈസ് നോട്ട് ഡിറ്റർമിൻഡ്. എത്ര എമൗണ്ട് ആണെന്ന് അറിയില്ല, പക്ഷേ ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റിൽ ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒന്നും എടുത്തു വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് ഡിവിഡൻഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ ഒരു ചോദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ്. ഈ ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ റിട്ടൺ ഡൗൺ വാല്യൂ, അതാണ് WDV എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ്, കോസ്റ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ്, ഒറിജിനൽ കോസ്റ്റ്, നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് ആണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസറ്റിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഇങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ. ഈ ഡിമിനിഷിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട്, അതെങ്ങനെയാണ് അത് കുറഞ്ഞിട്ടാണ് വരിക എന്ന്. അപ്പോൾ അതിന് വേറൊരു പേരുള്ളത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നാണ്. എന്താ വേറൊരു പേര്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്നൊരു പേരുണ്ട്. അതുപോലെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പേരുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും. ആ ഫിക്സഡ് പെർസെൻറ്റേജ് ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് ദ അസറ്റ്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്, അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ്, അതാണ് ഇങ്ങനെ കുറഞ്ഞു വരിക. അതിന് പറയുന്ന പേരാണ് ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് ദ അസറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് എന്ന് ലെസ് ഡിപ്രിസിയേഷൻ ടിൽ ഡേറ്റ്, ഇതുവരെയുള്ള ഡിപ്രിസിയേഷൻ കുറച്ചതാണ് എന്ത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബുക്ക് വാല്യൂ ഈക്വൽസ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ ടിൽ ഡേറ്റ്, ഇതുവരെയുള്ളത്. അതുതന്നെയാണ് ഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ് പൊതുവേ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യാറുള്ളത്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും, പക്ഷേ സീറോ ആവില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അത് ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് വിൽ നോട്ട് ബിക്കം സീറോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, വിൽ നോട്ട് ബിക്കം സീറോ ആവാത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ,
അപ്പോൾ ആ ചോദ്യമാണ്, ആ ചോദ്യത്തിൽ ബന്ധപ്പെട്ടിട്ട് നമുക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനിയാണ്, എന്നിട്ട് പിന്നെ കൺസൈനർക്ക് അയക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് പറയുക എന്നാണ്. ഓക്കെ, അപ്പോൾ അത് അക്കൗണ്ട് സെയിൽസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ നേരത്തെ ഇൻവോയ്സ് ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. ഇൻവോയ്സ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇത് അക്കൗണ്ട് സെയിൽസ് ആണ്. ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? അക്കൗണ്ട് സെയിൽസ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് ആർക്ക് അയക്കുന്നു? കൺസൈനർ. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കണം. അപ്പോൾ കൺസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. എപ്പോഴും നമുക്കതൊന്ന് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഗുഡ്സ് സോൾഡ് ത്രൂ ആൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റിനെ വെച്ചിട്ട് ഗുഡ്സ് വിൽക്കുക. അപ്പോൾ നമ്മൾ നാട്ടിലില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഏജൻറ്റിനെ വെക്കുന്നു അല്ലേ. ഏജൻറ്റിനെ വെച്ചിട്ട് നമ്മുടെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് അയാളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഓണർഷിപ്പ് അയാൾക്ക് കൊടുക്കുന്നില്ല, നമ്മൾ പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് താൽക്കാലികമായി വിൽക്കാനുള്ള, അത് കൈവശം വെച്ച് വിൽക്കാനുള്ള ഒരു അധികാരം അയാൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ഏജൻ്റായിട്ട് അയാളെ വെക്കുകയാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. ഇവിടെ ഏതൊക്കെ പാർട്ടികളാണുള്ളത്? 2 പാർട്ടികളാണുള്ളത്. ഒന്ന് കൺസൈനറും ഉണ്ട്, ഒന്ന് കൺസൈനിയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ കൺസൈൻമെൻറ്റ് സെയിൽസിൽ പൊസഷൻ മാത്രമാണ് കൈമാറ്റം ചെയ്യുന്നത്, ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവിടെ. അങ്ങനൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഈ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കൺസൈനറാണ് പ്രിൻസിപ്പളായിട്ട് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ തുടരും? കൺസൈനർക്ക് തന്നെ. റിസ്ക്കും ആർക്ക് തന്നെയാണ്? കൺസൈനർക്ക് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പൊസഷൻ മാത്രമാണ് കൺസൈനിക്ക് താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി അലോങ് വിത്ത് ദ ഗുഡ്സ് ഡിസ്പാച്ച്ഡ് ഈസ് കാൾഡ് പെർഫോമ ഇൻവോയ്സ്. അപ്പോൾ ഇതിൽ ഈ പ്രോഫോമ ഇൻവോയ്സും അക്കൗണ്ട് സെയിൽസും അതുപോലെ തന്നെ ഡെൽക്രിഡേ കമ്മീഷനും ഓവർ റൈഡിങ് കമ്മീഷനും, ഈ ഒരു 4 പിന്നെ ടേം നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആര് പ്രിപ്പയർ ചെയ്യുന്ന? കൺസൈനർ കൺസൈനിക്ക് അയക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? പ്രോഫോമ ഇൻവോയ്സ്. ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചുകൊണ്ട് അയക്കുന്നതാണത്. അത് പ്രോഫോമ ഇൻവോയ്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല. അവിടെ ചോദിച്ചിരിക്കുന്നത് കൺസൈനർക്ക് അയക്കുന്നതാണ്, തിരിച്ചയക്കുന്നത്. അത് അക്കൗണ്ട് സെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനർക്ക് തിരിച്ചയക്കുന്നത് അക്കൗണ്ട് സെയിൽസ് ആണ്. ഓക്കെ, പിന്നെ 2 കമ്മീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെൽക്രിഡേ കമ്മീഷനും ഓവർ റൈഡിങ് കമ്മീഷനും കേട്ടോ. ഡെൽക്രിഡേ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ കമ്മീഷൻ കൊടുക്കുകയാണ് കൺസൈനർക്ക്. കാരണം കൺസൈനർക്ക് തോന്നുകയാണ് കൺസൈനിക്ക് ബാഡ് ഡെറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീവ്സ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി ടു അവോയ്ഡ് ലോസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് ഉള്ളത് മൂലം അദ്ദേഹത്തിന് ലോസസ് സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആര് അലോട്ട് ചെയ്യുന്നതാണ്? കൺസൈനർ കൊടുക്കുന്നതാണ് ഡെൽക്രിഡേ കമ്മീഷൻ. അപ്പോൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണ്? ഓവർ റൈഡിങ് കമ്മീഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, പ്രൊഡക്റ്റൊക്കെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളൊരു ഏജൻറ്റിനെ സമീപിക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിൽക്കണം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു അഡീഷണൽ കമ്മീഷൻ കൊടുക്കുകയാണ്, ഇൻസെൻറ്റീവ് പോലെ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡെൽക്രിഡേ കമ്മീഷനും ഓവർ റൈഡിങ് കമ്മീഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് കൺസൈൻമെൻറ്റിൽ നിന്ന് വരും. ഈ അക്കൗണ്ട് സെയിൽസും വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെൽക്രിഡേ കമ്മീഷനും ഒക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രധാനപ്പെട്ടതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അക്കൗണ്ട് സെയിൽസും പ്രോഫോമ ഇൻവോയ്സും ഡെൽക്രിഡേയും എല്ലാ തരത്തിലുള്ള പോയിന്റുകളും. അപ്പോൾ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ കറണ്ട് റേഷ്യോ ഓഫ് എ ഫേം ഈസ് 3:2 ആണ്. ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ 10,000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്താണെന്ന്, അപ്പോൾ അത് ഇക്വേഷൻ പോലെ ഇട്ടിട്ട്, അതായത് കറണ്ട് റേഷ്യോയുടെ കറണ്ട് പിന്നെ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനൊക്കെ ഇല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ചാൽ എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ആ രീതിയിൽ കണ്ടുപിടിച്ചിട്ട്
അങ്ങനത്തെ പ്രോബ്ലംസ് സാധാരണ ഒരു പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. 30,000 രൂപയാണ് ഇവിടെ വരുന്നത് കേട്ടോ. 30,000 രൂപയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ കാണാറുണ്ട്. 30,000 രൂപയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് എന്താണ്, അതായത് ഒരാൾ ചെയ്യുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടുള്ള വേജസ് എന്താണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ടൈം വേജസ് എന്ന് വെച്ചാൽ ടൈം വെച്ചിട്ടുള്ളതാണ്. പിന്നെ സാധാരണ വേജസ് പീസ് റേറ്റ് ആണ് കേട്ടോ. പീസ് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് പീസ് റേറ്റ് വേജസ് എന്ന് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പണിയെടുക്കുന്ന ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് പീസ് റേറ്റ് കൊടുക്കുന്നത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് അയാളെ ഫാക്ടറിയിൽ എത്ര മണിക്കൂറുണ്ട് അല്ലെങ്കിൽ എത്ര മണിക്കൂർ പണിയെടുക്കുന്നു, അയാൾ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ ഔട്ട്പുട്ടൊന്നും നോക്കുന്നില്ല. അതാണ് ടൈം റേറ്റിൽ കേട്ടോ. പീസ് റേറ്റിൽ നോക്കുന്നത് എംപ്ലോയിക്ക് അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം എത്ര പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര സർവീസസ് റെൻഡർ ചെയ്തു, അത് നോക്കിയിട്ടാണ് പീസ് റേറ്റിൽ വേജ് ഫിക്സ് ചെയ്യുന്നത്. ടൈം റേറ്റിൽ അതല്ല. ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ എ വർക്കർ ഈസ് നോട്ട് കൺസിഡേർഡ് ബട്ട് ഹീ ഈസ് പെയ്ഡ് വേജസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ പിന്നെ പേഴ്സൺ ഇൻ ദാറ്റ്. ആ ഒരു ഫാക്ടറിയിൽ പണി എത്ര എടുത്തു അല്ലെങ്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു അത് നോക്കിയിട്ടാണ്. ഒന്നെങ്കിൽ പെർ ഹവർ ആവാം, അല്ലെങ്കിൽ പെർ വീക്ക് ആവാം, പെർ മന്ത് ആവാം. അതിനനുസരിച്ചിട്ടാണ് പീസ് റേറ്റും ടൈം റേറ്റും കേട്ടോ. അപ്പോൾ ടൈം റേറ്റിൽ അങ്ങനെയാണ് വേജസ് കൊടുക്കുന്നത്. പീസ് റേറ്റിൽ ഔട്ട്പുട്ട് വെറുതെ നിന്നിട്ട് കാര്യമില്ല, എത്ര ഔട്ട്പുട്ട് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ among the following is not appearing in the profit and loss account. ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഒരെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഡിപ്രീസിയേഷൻ ഉണ്ട്, പിന്നെ ബി ആയിട്ട് കൊടുത്തിട്ടുള്ള ജനറൽ റിസർവ് ആണ്, സി ആയിട്ട് സ്പെസിഫിക് റിസർവ് കൊടുത്തിട്ടുണ്ട്, ഡി ആയിട്ട് ട്രേഡ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ജനറൽ റിസർവ് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് റിസർവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജനറൽ റിസർവ് എന്താണ്, ജനറൽ റിസർവ് എന്താണ്, സ്പെസിഫിക് റിസർവ് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകണം. അപ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ റിസർവുകളൊക്കെ എന്താണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന റിസർവ് ഏതാണ്, പിന്നെ വരാത്ത ഡിപ്രിസിയേഷൻ എന്തായാലും വരും അല്ലേ. അപ്പോൾ ജനറൽ റിസർവ് എന്താണ്? ജനറൽ റിസർവ് അവൈലബിൾ ഫോർ സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ജനറൽ റിസർവ് മാറ്റിവെക്കുന്നത്. ജനറൽ റിസർവ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് ജനറൽ റിസർവ് അക്കൗണ്ട്. എങ്ങനെയാണ് ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെയാണ് കേട്ടോ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ ജനറൽ റിസർവിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്ന ജനറൽ റിസർവ് ആണ്, സ്പെസിഫിക് റിസർവ് അല്ല കേട്ടോ. ജനറൽ റിസർവ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ ജനറൽ റിസർവ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ആണ് ഈ ജനറൽ റിസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നുള്ളൊരു റിസർവ് സ്പെസിഫിക് റിസർവ് ആണ്. അത് ഈ കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസ്. അതായത് എന്തിനാണോ അത് ഉപയോഗിക്കുന്നത് അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് റിസർവ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. എന്തെങ്കിലും ഗോൾ ഉണ്ടാവും, ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. ആ പർപ്പസിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ സീക്രട്ട് റിസർവുകളെ കുറിച്ച് പറയുന്നുണ്ട്. സീക്രട്ട് റിസർവ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിസർവ് ദ എക്സിസ്റ്റൻസ് ഓർ ദ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഹിഡൻ റിസർവ് ഒക്കെ ആയിട്ട് കാണിക്കുന്നതാണ് സീക്രട്ട് റിസർവ്. അത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നാണ് പറയണത്. അതിനെയാണ് സീക്രട്ട് റിസർവ് അല്ലെങ്കിൽ ഹിഡൻ റിസർവ് എന്നൊക്കെ പറയൂ കേട്ടോ. ഓക്കെ, ഈ ജനറൽ റിസർവ് അപ്പോൾ എവിടെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക, അണ്ടർ ദ ഹെഡ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലാണ് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു ഈ ജനറൽ റിസർവ്. അതുപോലെ തന്നെ കാണിക്കുന്നത് എവിടെയാണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് കാണിക്കും. ഏത് ഹെഡിലാണ് കാണിക്കുക? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ജനറൽ റിസർവ് കാണിക്കുക. സ്പെസിഫിക് റിസർവും സീക്രട്ട് റിസർവും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ജനറൽ റിസർവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ജനറൽ റിസർവ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ. ഏത് എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്ന്
കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണോ, വൺ സൈഡർ എറേഴ്സ് ആണോ, ഓൾ എറേഴ്സ് ആണോ, പ്രിൻസിപ്പൾ ആണോ? അപ്പോൾ ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ അങ്ങനത്തെ സംഭവമാണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾ ആണോ ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? വൺ സൈഡഡ് എറേഴ്സ് ആണ് കേട്ടോ. സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന റെക്ടിഫൈ ചെയ്ത് ഏതിനെ റെക്ടിഫൈ ചെയ്യാനാണ്? വൺ സൈഡഡ് എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനാണ് സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്പെൻസ് അക്കൗണ്ട് താൽക്കാലികമായിട്ട് ഈ ഒരു ട്രയൽ ബാലൻസിൽ ഡിസഗ്രി വരുമല്ലോ. അപ്പം ഈ ട്രയൽ ബാലൻസിൽ എറർ മൂലം ഡിസഗ്രി വന്നു കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് എവിടേക്ക് മാറ്റിവെക്കും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ അത് ഈ വൺ സൈഡർ എറേഴ്സ് വന്നു കഴിഞ്ഞാലാണ് അത് അവിടെ ഒരു എറർ കാണിക്കും. അതായത് മിസ്മാച്ച് എന്തായാലും കാണിക്കും. ആ മിസ്മാച്ച് ചെയ്ത തുക താൽക്കാലികമായിട്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കും. അതിനുശേഷം സസ്പെൻസ് അക്കൗണ്ടിൽ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ അത് തന്നെ എന്ത് ചെയ്യും? ക്യാൻസലായി പോകും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ വൺ സൈഡർ എറേഴ്സാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. സസ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? വൺ സൈഡർ എറേഴ്സ് ഉണ്ടാകുമ്പോഴാണ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് തുക മാറ്റി വെക്കേണ്ടി വരുന്നത്. ട്രയൽ ബാലൻസിൽ ഡിസഗ്രീസ് ഉണ്ടാവും. അപ്പോൾ ആ തുക എടുത്തിട്ട് എവിടേക്ക് മാറ്റി വയ്ക്കും? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ആ സസ്പെൻസ് അക്കൗണ്ടിൽ പിന്നെ നമ്മൾ തിരിച്ച് എൻട്രി ഇട്ടിട്ട് കറക്റ്റ് ചെയ്യുമ്പം ആ സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാണ്ടായി പോകും. അടുത്ത ചോദ്യം, റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഈസ് ഷോൺ. റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുക എന്നാണ്. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുക? റിസർവ് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള റിസർവ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക കേട്ടോ. ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റിസർവ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ്, റിപ്പയേഴ്സ് ടു ബിൽഡിങ്. റിപ്പയേഴ്സ് ടു ബിൽഡിങ് എന്ത് എക്സ്പെൻഡിച്ചർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക്, നമ്മുടെ അഡ്വർടൈസ്മെൻ്റാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ അല്ലേ. കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഒരുമിച്ചൊരു തുക, അപ്പോൾ 1,00,000 രൂപ ചിലവാക്കിയെങ്കിലും അത് 5 വർഷത്തോളം റൺ ചെയ്യുന്നുണ്ടാവും അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അത്രയും കാലം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ക്യാപിറ്റലിൻ്റെ ഫോർമേഷൻ, അതായത് കമ്പനിയുടെ ഫോർമേഷൻസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈ പറഞ്ഞ പോലെ നിത്യ ചിലവുകൾ, എല്ലാ തരത്തിലുള്ള ചിലവുകളും അങ്ങനത്തെ ചിലവുകളൊക്കെയാണ് എന്ത് റിപ്പയേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കടന്നു വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നോട്ടിംഗ് ചാർജ്. അടുത്ത ചോദ്യം, വെൻ നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ഡ്രോയർ. അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ആരുടെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോയിയുടെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുക കേട്ടോ. നോട്ടിംഗ് ചാർജ് ഡ്രോയർ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ടു ബി ഡെബിറ്റ് ചെയ്യുന്നത് ആരുടെയാണ്? ഡ്രോയിയുടെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,